ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ചീര ഞാൻ ഇത് വിളവെടുത്തു, ചീര വിളവെടുത്തു. ഇനിയിപ്പോൾ ഈ ചേനേൻ്റെ അകത്ത് നടുന്നില്ല. ഇനിയിപ്പോൾ ഈ ഈ ഈ ഒരു ഓട്ട് ബാഗിലും ഇവിടെ സോപ്പ് പൊടീൻ്റെ ബാഗുണ്ട്. ഇത് നടാനാണ് ഞാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ, ഇതും കൂടി കാണിച്ചു തരാമല്ലോ. ഇതിലെന്താ ഞാൻ ചേർക്കുന്നത് വെച്ചാൽ ചക്കമടലും എല്ലാം കൂടി ആക്കിയ ഒരു പോട്ടി മിശ്രിതമാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പം ഇതിനകത്ത് ഇടാൻ പോകുന്നത്. കേട്ടാ, ചക്കമടലിൻ്റെ പോട്ടി മിശ്രിതം വേണ്ട, ഇതെല്ലാം കൂടി ഞാൻ ആക്കി കുഴച്ച് കെട്ടി വെച്ചതാണ്. കണ്ടാ, ഇതാ ഈ ചക്കമടലിൻ്റെ പോട്ടി മിശ്രിതമാണ് ഇത് ഞാൻ ഇടുന്നത്. കണ്ടാ, ഇതേപോലെ ഇത് ചക്കമടലായത് ഇത് എല്ലാം കൂടി ഇതിലിട്ടിട്ടാണ് ഇപ്പം ഞാൻ നടാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതാ ഉണ്ടല്ലോ, ഇതേപോലെ എന്നാൽ ഓരോ കുറേശ്ശെ അതിന് നല്ലൊരു വളവുമായി നമുക്ക് ചീര നല്ലോണം കിട്ടുകയും ചെയ്യും. അതിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. കണ്ടാ, ഇത് വളം പോലെ ചാരിച്ചോറും അല്ല ഈ പോട്ടി മിശ്രിതവും ഇതും കൂടി ഞാൻ ആക്കി വെച്ചതാണ് വളം പോലെ. ശരിക്കും ആയില്ല, എന്നാലും നമുക്ക് ചീരക്കെല്ലാം എടുക്കാൻ പറ്റും. അതിനാണ് ഞാനിപ്പോൾ ഇത് കൂടെ നടാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ നട്ടു കൊടുക്കാനാണ് പോകുന്നത്. കണ്ടാ, ഇത് ഇതാണ് ഇത് കണ്ടില്ലേ, ചക്കമടൽ കണ്ടില്ലേ, ഇതാ ചക്കമടൽ. ഇതും കൂടി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു വളം, നമുക്ക് വേഗം ഉഷാറായിട്ട് വരാൻ കഴിയും. ഇത് ഈ സോപ്പ് പൊടിയിൽ നട്ടിട്ട് തന്നെ എന്താ ഉഷാറെന്നറിയാം. സോപ്പ് പൊടി അത്രയും ഇവിടെ നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിന്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ആക്കി വെക്കട്ടെ. അതാ കണ്ട ചക്കമടലായത്, ഇത് നല്ലൊരു വളമാണ്. ഇത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇത് വലിച്ചെടുക്കാനാവും, അമിഞ്ഞിനി ശരിക്കും വളം അമിഞ്ഞിനി. അതുകൊണ്ടാണ് ഞാനിത് ഇടാൻ കാരണം. ഇല്ലെങ്കിൽ ഇതിനിട്ടിട്ട് കാര്യമില്ലല്ലോ. എന്നാലും നമുക്കിത് നട്ടുകൊണ്ടിരിക്കുക, ഇരുന്നുകൊണ്ടിരിക്കുക. അതാണ്, ഉണ്ടല്ലേ, ഇതേപോലെ നട്ടു, ഇതേപോലെ ആക്കി വെച്ചു. ഇനിയിപ്പം നമുക്കിത് നടാൻ പറ്റും. നടത്തെ ഞാനിത് നട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പോൾ ഇതേപോലെ ഇത് നടുവേ. ഇനിയിപ്പം എന്താ വെച്ചാൽ 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ 2 ആഴ്ച എത്തുമ്പോഴേക്ക് തന്നെ വിളവെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ നട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഇതിവിടെ മൂടിക്കൊടുക്കണം. മൂടിക്കൊടുത്താലേ അത് നമ്മൾക്ക് ഇനി വലിച്ചെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതേപോലെ നട്ടു കൊടുക്കുക. നന്നായി അടുത്ത് നട്ടാൽ വണ്ണം വെക്കൽ കുറയും. കുറച്ച് ദൂരെ നടണം, എന്നാലേ ഇത് നല്ല ഉഷാറായിട്ട് വരുമല്ലോ. അടുത്തായിപ്പോയാലുണ്ടല്ലോ ഒരു ചാമ്പിട്ടിട്ട് നടേണ്ടതാണ് ശരിക്കും പറയാൻ വെച്ചാൽ. അന്നേരം ഇതെല്ലാം ഒരുപോലെ വളരും. ഉണ്ടല്ലേ, ഇതേപോലെ ഒരുപോലെ വളർന്നു കിട്ടും. ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെയാണ് ഞാൻ ചീര നടുന്നത്. ഇഷ്ടം പോലെ ചീര ഇടയ്ക്കിടയ്ക്കേ കറി വെക്കാനും നമുക്ക് പറ്റും. ഇടയ്ക്കിടയ്ക്കേ നട്ടു കൊടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കേ പാവി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്കേ വിത്ത് പാവണം. പാവി ഇടയ്ക്കിടയ്ക്കേ നട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചീര 360 ദിവസവും നമുക്ക് കറി വെക്കാനുണ്ടാവും. അതുകൊണ്ട് അതിനനുസരിച്ച് നട്ടു കൊടുത്താൽ മതി. നമുക്ക് ഇത് പിന്നെ ഞാനിത് വിൽക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഇപ്പം കുറേശ്ശെ പറിച്ച് കറി വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറിച്ചിട്ട് കൊടുക്കലാണ്. അത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രമാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാവും, ദിവസവും വെക്കാനുണ്ടാവും. അത്രയല്ലേ നമുക്ക് വെക്കുമ്പം വേണ്ടു. പറിച്ച് കൊടുക്കുമ്പോൾ ഒന്നായിട്ട് കൊടുക്കുമല്ലേ ഇന്ന്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് വെക്കുന്ന ഒരു 2 ആഴ്ചത്തേക്ക് വെക്കേണ്ട ചീര ഉണ്ടായിരുന്നു ഇന്നലെ ഇത് പറിച്ചത്. അത്രയല്ലേ നമുക്ക് വെക്കാൻ വേണ്ടു. ഇതിപ്പോൾ ഞാനിത് അതിന് ശേഷം ഞാൻ ഇത് ആദ്യം നടാൻ വേണ്ടി തീരുമാനിച്ചത്. നട്ട് കഴിഞ്ഞാൽ വേഗം നന്നായി കിട്ടുമല്ലോ. ഈ വർഷകാലം നമുക്ക് ചീര വളർത്തിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ചീര വളർന്ന് കിട്ടിയാൽ വളർന്നോളൂ. ഇത് ചീര അങ്ങ് വളർന്ന് വന്നു പോയെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇത് പൊടിച്ച് കിട്ടിയാൽ അത് മഴ പെയ്ത് തെറിച്ചു പോകും. തൈ വേറെ പാവിയിട്ട് നമ്മൾ നടണം. പിന്നെ മറ്റു വർഷത്തിൽ ചീര പൊടിപ്പിച്ചിട്ട് പാവിക്കാൻ ഭയങ്കര പാടാണ്. ഇടില്ലേ, ഇതേപോലെ നമ്മൾ നട്ട് കൊടുക്കുക. ഇതുപോലെ അങ്ങ് നട്ട് കൊടുക്കുക. നല്ല ഉഷാറായിട്ട് വളർന്നോളൂ. അവർക്ക് ഇനി അവരെ പണിയെടുക്കുക, നമുക്ക് നമ്മളെ പണിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് നട്ട് കൊടുത്തേക്കുക. നിങ്ങളും ഇതുപോലെ തന്നെ നട്ടോ. കുറച്ച് ഓടും ഉണ്ടെങ്കിൽ ഓടെടുത്ത് ഇതേപോലെ വെച്ച് കെട്ടിയിട്ട് ഓട് ബാഗ് പോലെ ആക്കി അതിൻ്റെ അടിയിൽ കുറേ കാടാണ്, മുറ്റത്തെ പുല്ലും കാടും തോലുമാണ് ഇട്ട് വെച്ചിന്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചേ മറ്റേത് ഇട്ടിട്ടുള്ളൂ. അത് അവിഞ്ഞിട്ടും പിന്നെയും ഞാൻ അതേപോലെ തന്നെ ഇട്ട് വെച്ചത്. കണ്ടില്ലേ, ഇതാണ്
ഇതിനാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. ചക്കമടലിൻ്റെ തന്നെയാണിത്. ചക്കമടലിൻ്റെ ആകുമ്പോൾ വെച്ചാൽ വേഗം നന്നായിക്കോളും. നല്ല വളമാണ് ചക്കമടൽ എന്ന് പറയുന്ന സാധനം. ഇതുവരെ ആർക്കും അറിയാത്ത കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി എല്ലാവർക്കും പഠിച്ചോളുമല്ലോ. ഇതിൽ നട്ട് കഴിഞ്ഞാൽ നമ്മളെ വിളവിൻ്റെ ഉഷാറായിട്ട് വരും. അതാണ് നല്ല വിളവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ളതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ഈ എല്ലാ വിറ്റാമിൻ സാധനങ്ങളെല്ലാം വേണം. അതിന് അത് നമ്മൾ ഇഷ്ടം പോലെ കൊടുക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോഴാണ് അവർ ഇങ്ങനെ വിളവ് നമുക്ക് തരാതിരിക്കുന്നത്. നമ്മളത് ഇഷ്ടം പോലെ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 2 ആഴ്ച കൊണ്ട് പറിച്ചിട്ട് 2 ആഴ്ച കൊണ്ട് വിളവ് എടുത്തു നട്ടിട്ട്. ഇനിയിപ്പം കുറച്ച് അപ്പുറം എടുക്കാനുണ്ട്. അത് ആയിട്ടില്ല, കുറച്ചും കൂടി അപ്പുറം എടുക്കാനുണ്ട്. അതും കൂടിയേ ഉള്ളൂ, എന്നാൽ ആയി. എന്നാൽ ഇനി അപ്പോഴേക്ക് ഇത് നമുക്ക് വളരും. അതിനാണ് ഞാൻ ഇതിന്ന് എടുത്തത്. കണ്ടില്ലേ? ഇതേപോലെ. പിന്നെ ചെറുത് നമ്മൾ അതിൻ്റെ അടിയിൽ നട്ട് കഴിഞ്ഞാൽ ചെറുത് വളരാൻ ഭയങ്കര പാടാണ്. ഇനിയിപ്പം ഞാൻ നാളെ തന്നെ ഇപ്പം ചാണകം കലക്കി ഒഴിക്കും. സ്ലറി കൊടുക്കും. ഇനി ഈ സ്ലറിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ ചക്കമടലുണ്ടല്ലോ പെട്ടെന്ന് വളമായിട്ട് ചേർന്നോളും. അതുമായിട്ട് യോജിച്ച് പോയിക്കോളും. അതിനാണ് സ്ലറി കൊടുക്കണം എന്ന് വിചാരിക്കും. ഇന്ന് ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഇന്നിപ്പം കൊടുക്കുന്നില്ല. ഇന്നിപ്പം ഞാൻ ഇത് മാത്രമേ കൊടുക്കുന്നില്ല. ഇത് മാത്രമേ നടുന്നില്ല. ഇന്നിപ്പം ചക്കമടൽ മാത്രം ഇട്ട് കൊടുത്തു. നാളെ കുറച്ച് സ്ലറിയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇത് വേര് വരട്ടെ, വേര് പിടിക്കട്ടെ, എന്നല്ലേ കാര്യമുള്ളൂ. നല്ല ഉഷാറായി സോപ്പ് ബാഗിൽ നട്ടാൽ നന്നാവില്ല. നല്ല അടിപൊളിയായിട്ട് വന്നിന്. നല്ല ചപ്പ് വീതിയോടെ കിട്ടീനി. പക്ഷെ നല്ല വളമുണ്ടെങ്കിൽ ഏടി നന്നാവും. എന്തായാലും മതി. അതാണ് എൻ്റെ ഈ കൃഷീൻ്റെ ഉദ്ദേശവും. നല്ല വളം കൊടുക്കുക. നമുക്ക് ഏലിനായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അതിനാണ്. കണ്ടല്ലോ, നിങ്ങളിത് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്തും കൂടി നടാനുണ്ട്. എന്താ കൂടി നിങ്ങളെ കാണിച്ചു തരാൻ വെച്ചിട്ട് നോക്കട്ടെ. ഇത് കണ്ടല്ലോ. ഇതാ ഞാൻ ഓട് ബാഗിൽ സോപ്പ് ബാഗിൽ നട്ടതായത്. 2 ആഴ്ച കൊണ്ട് നമുക്കിത് വിളവെടുക്കാം. ഇത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിന് കുറച്ചും കൂടി പണിയെടുക്കണം. അതിൻ്റെ അകത്ത് തന്നെ, ഇതിനടുത്ത് നട്ടതിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ എടുത്തിടുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുമാണ്. എനിക്ക് കഴിയുന്നൊന്നുമില്ല. ഞാനതുകൊണ്ട് എനിക്ക് ആളില്ലാതെ എടുക്കുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമാവും. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് തരുക. എല്ലാവർക്കും ലൈക്കും കമൻറ്റും തരുക. ഹൈപ്പും അടിക്കുക. ആരും ഹൈപ്പ് അടിക്കുന്നില്ല. ഇതെല്ലാം ഉള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട്. അവിടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.